ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. വചനത്തിലേക്ക് വരാം. ലൂക്കാസ് വിശേഷമാണ് നമ്മൾ വായിക്കുന്നതെന്ന്. 1-ാം അധ്യായം 26-ാം വാക്യം. 6-ാം മാസം, മിഡിൽ ഓഫ് സംതിങ്, മിഡിൽ ഓഫ് ഇയർ. വലിയ പ്രത്യാശയോടെ ഒന്നും സംഭവിച്ചില്ല. വലിയ പ്രത്യാശയുടെ ഒരു വർഷം തീരുക. 2024 എന്തൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല നിങ്ങൾ? ഞാൻ വിചാരിച്ചു. ഒന്നും സംഭവിച്ചില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നത്, ഒന്നും സംഭവിച്ചില്ല. ഹിയർ മിഡിൽ ഓഫ് ദി ഇയർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ. ഗബ്രിയേൽ ദൂതൻ, ദൈവത്തിൻ്റെ ദൂതൻ. നിന്റെ അൺസർട്ടനിറ്റീസിലാണ്, നിന്റെ എന്താ അതിൻ്റെ മലയാളം, നിന്റെ അസ്ഥിരതകളിൽ, നിന്റെ സ്ഥിരതയില്ല, നിന്റെ ആകുലതകളിൽ നിന്റെ ദൈവം ഇടപെടാൻ പോവാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ആകാംക്ഷകളിൽ കുഞ്ഞെ, നിന്റെ ആകാംക്ഷയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഒരു മോൻ പുണ്യാളൻ്റെ പള്ളി മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയുന്നുണ്ട്. അവൻ എയർഫോഴ്സിലെ അവൻ പൈലറ്റായി. എയർഫോഴ്സിൽ ചെന്നു, അവിടെ ചെന്നു അവൻ പലതവണ പരീക്ഷ നോക്കുന്നു. അതിനിടയ്ക്ക് ചില രോഗപീഠകൾ വരുന്നു. അവൻ്റെ അമ്മ കണ്ണീരോടെ വിളക്കിലൊഴിക്കുന്ന എണ്ണ പോലെ അവൻ്റെ അമ്മ നിന്നു. വിളക്കിലൊഴിക്കുന്ന എണ്ണ കത്തി 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 അങ്ങനെ കത്തിക്കൊണ്ടിരുന്നു. അവങ്ങളെ എല്ലാം എതിരാകുക. പക്ഷെ വിടാതെ പിടിച്ചുകൊണ്ട് അവൻ്റെ അമ്മ നിൽക്കുക. അവൻ ഈ ആഴ്ച 21-ാമത്തെ നാൾ, അവൻ 20-ാം തീയതി അവൻ ചാർജ് എടുക്കാൻ പോവുക. അവൻ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ് ഓടിക്കാൻ പോവുക. നമ്മുടെ പള്ളി വന്നു. നല്ല രസമായിരുന്നു വാസ്തവത്തിൽ. ഞാനിന്ന് 3 പൈലറ്റുമാരുടെ തലേ കൈവച്ചു. ഇന്ന് 3 പൈലറ്റുമാർ. നമ്മുടെ കൊച്ചങ്ങളായിരിക്കും വലിയ അഭിമാനം തോന്നി. വേറൊരു പൈലറ്റ് വന്നു അത് കഴിഞ്ഞിട്ട്. പിന്നെ വേറൊരു 3 പേരെ ഇന്ന് ഞാൻ കൈവച്ച് അനുഗ്രഹിച്ചു വിട്ടിരിക്കുന്നു. നമ്മുടെ കൊച്ചങ്ങളെ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുരോഹിതന്റെ കൈ, അത് ദൈവത്തിന്റെ കൈയാ. ഹല്ലേലൂയ. ഞങ്ങളൊരു ആശീർവാദം ആഗ്രഹിക്കുന്ന ആശയം. ഇപ്പൊ പള്ളിക്കകത്ത് അച്ഛന്മാര് നിൽപ്പുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛന്മാര് കുറവാ, എന്നാലും മാക്സിമം വരാൻ പറ്റുന്ന അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവർ ശുശ്രൂഷ ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്ങളെ അത് തിരിച്ചറിയണം. വാടി കൺവെൻഷനായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. വാടി കൺവെൻഷൻ ആദ്യത്തെ ദിവസം അച്ഛന് കിട്ടിയത് 3 കൈവപ്പ. 3 സെബാസ്റ്റ്യൻ പിതാവ്, ജസ്റ്റിൻ പിതാവ്, പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവ്. 2-ാം ദിവസം നോക്കുമ്പോൾ ദേ വരുന്നു സെബാസ്റ്റ്യൻ പിതാവും ജസ്റ്റിൻ പിതാവ് കൊല്ലത്ത് വന്നിരിക്കുന്നത്. നിങ്ങള് അവിടുത്തെ ബിഷപ്പിന്റെ അനിയൻ മരിച്ചു. ദേ വന്നിരിക്കുന്നു. കർത്താവ് കൊണ്ടുവരിച്ച് കണ്ടോ? അവിടെ ചെല്ലുമ്പോൾ പോൾ മുല്ലശ്ശേരി പിതാവ് വീണ്ടും നിൽക്കുന്നു അവിടെ. ഹല്ലേലൂയ. 2-ാം ദിവസം 3 മെത്രാന്മാര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാം ദിവസം ഇനി മെത്രാന്മാരൊന്നുമില്ല. നോക്കുമ്പോൾ എന്തേണ്ടേ? പള്ളിയുടെ മുറ്റത്ത് വന്ന് കൊല്ലം രൂപതയിൽ മെത്രാൻ നിൽക്കുക. 4-ാം ദിവസം. ഹല്ലേലൂയ. 5-ാം ദിവസം ശാലിഹോമം പിതാവ്. 5-ാം ദിവസം കർത്താവിന്റെ അപ്പോസ്തലന്മാരെ വിട്ട് കർത്താവ് ആ കൺവെൻഷനെ അനുഗ്രഹിക്കുന്ന അത്ഭുതകരമായ കാഴ്ച. ഹല്ലേലൂയ. ഒരു കാരണങ്ങളുമില്ല. ആദ്യത്തെ ദിവസം അവിടുത്തെ പോൾ പിതാവ് വരും, മുല്ലശ്ശേരി പിതാവ്, അവസാനം സ്റ്റാൻലി പിതാവിൻ്റെ പദ്ധതി. പക്ഷെ 5 ദിവസം ആ മണ്ണിൽ ഞാൻ പിതാക്കന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും പിതാക്കന്മാരുടെ ആശീർവാദത്തെ ദൈവത്തിൻ്റെ ആശീർവാദം പുരോഹിതനാണ് ഞാൻ. എന്നെ 5 ദിവസവും ആശീർവദിക്കുവാനായിട്ട് ദൈവം പിതാക്കന്മാരെ നിർബന്ധിച്ച് പള്ളിമുറ്റത്ത് കൊണ്ട് നിർത്തിയിരിക്കുക. കൈ നോക്കുന്ന പോലെ കൈ അടിച്ചാലും ഒരു അനുഗ്രഹം നിങ്ങൾക്ക്, കൈ നോക്കുന്ന പോലെ കൈ അടിച്ചാൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ 3 പിതാക്കന്മാർ തലേ കൈവച്ച് പറഞ്ഞ ദിവസം 2-ാമത്തെ ദിവസം കൺവെൻഷന്റെ
പിടിവിട്ടു പോയ ഒരു കൺവെൻഷൻ ദിവസമായിരുന്നു രണ്ടാമത്തെ ദിവസം. മനുഷ്യനെ പിടിച്ചാൽ കിട്ടാത്ത രീതി. അച്ഛനല്ല ഇവിടെ വചനം പറഞ്ഞത്. അന്നത്തെ ശുശ്രൂഷ ഞാനല്ല നടത്തിയത്. ദൈവത്തിന്റെ ദൂതൻ വന്ന് അൾത്താരിൽ നിന്ന് ശുശ്രൂഷ നടത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്ന ഒരു രണ്ടാം ദിവസത്തെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. 3 മെത്രാന്മാരുടെ ആശീർവാദം വാങ്ങിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറിയപ്പോ കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും മക്കളെ. ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ. ഉച്ചത്തിൽ ഹല്ലേലൂയ. വിസ്മയം. ആറാം മാസം, മിഡിൽ ഓഫ് ദി ഇയർ. നത്തിങ് ഹാപ്പൻഡ്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിക്കുന്നില്ല. ചില ജീവിതങ്ങൾ അങ്ങനെയാ. പള്ളി വരാൻ തുടങ്ങി എത്ര കാലമായി? നിങ്ങൾ എത്ര ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ട്? പറ എത്ര വയസ്സുണ്ട്? അത്രയും ക്രിസ്മസ് നിങ്ങൾ ആഘോഷിച്ചതാ. അത്രയും കൊല്ലം കിട്ടാത്ത ഒരു അനുഗ്രഹം ഇന്നത്തെ ക്രിസ്മസിൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒച്ചത്തിൽ ഹല്ലേലൂയ വിളിക്ക്. ഹല്ലേലൂയ. സ്പെഷ്യൽ ഡേ. ഈ ചൊവ്വാഴ്ച ക്രിസ്മസിന് വേണ്ടി ഒരുക്കാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധ ചൊവ്വാഴ്ച ഇത്. ഹല്ലേലൂയ. സംഭവിക്കാൻ പോവാ മക്കളെ, സംഭവിക്കാൻ പോവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നലെ രാത്രിയിൽ ഒരു ചേച്ചിയെ കൊണ്ട് വന്നു. ചേച്ചിക്ക് ക്യാൻസർ, അങ്ങാണ്ടൊക്കെ ക്യാൻസർ. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇല്ല, അച്ഛനില്ലായിരുന്നു. പ്രാർത്ഥിക്കാൻ പലതവണ കൊണ്ടുവന്നാ പറഞ്ഞേ. ഇന്നലെ രാത്രിയിൽ ഞാൻ തിങ്കളാഴ്ച ആരും കാണുന്ന ദിവസം പോലും അല്ല. ചേച്ചി ഇറങ്ങി നിൽക്കുക. തലയുറ്റി വീഴുന്ന ചേച്ചി നേരെ നിൽക്കുക, പള്ളിമുറ്റത്ത് നിൽക്കുക. അജോ ചേച്ചി എന്നാ പറ്റി? ക്യാൻസർ അച്ചോ, ക്യാൻസറാ. ഇപ്പം ഏതാണ്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പഴുപ്പ് കയറി, തലച്ചോറി പഴുപ്പ് കയറിയെന്നോ ചേച്ചി ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുക. എഴുന്നേറ്റ് വന്നു. ഞാൻ ചേച്ചിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ചേച്ചി ചിരിച്ചു. അത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് എഴുന്നേറ്റ് നടന്നോളാൻ പറഞ്ഞു. വെള്ളവും വെഞ്ചരിച്ച് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടാവും. ഇന്ന് നാളെയും കണ്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആകാൻ പോവുക. ഹല്ലേലൂയ. അവളെ why should you worry about tomorrow? Today is Christmas. Believe in Christmas. ക്രിസ്മസിൽ നിങ്ങൾ വിശ്വസിക്കണം. ക്രിസ്മസിൽ ദൈവം വരുമെന്ന് വിശ്വസിക്കണം. രോഗികളുടെ നാഥൻ വരുമെന്ന്, സമാധാനത്തിന് രാജാവ് വരുമെന്ന്, രക്ഷകൻ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. 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 ആറാം മാസം സ്വർഗത്തിൽ നിന്നൊരു ദൂതം വരും മക്കളെ. സ്വർഗത്തിൽ നിന്നൊരു ദൂതം വരും. ഹല്ലേലൂയ. വിശ്വസിക്കണം. ദൈവദൂതം വരും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ല ഒരു അപ്പനും മോനും കൂടെ കാണാൻ വന്നു. പാവങ്ങൾ കേട്ടോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരു അനുഗ്രഹത്തോടെ പറയുക. അല്ല മിടുക്കൻ്റെ ചെറുക്കൻ, അല്ലാത്ത കുരുത്തക്കേട്ടിലൊക്കെ അവൻ ചെന്നങ്ങ് പെട്ടു. അവൻ വീട് വിട്ടുപോയി, മിസ്സിങ്. അവനെ കാണാനില്ല കൊച്ചിനെ. ഇവിടുന്ന് വീട്ടുകാരെല്ലാം കൂടെ കയറി ചെന്നൈയിലെങ്ങാണ്ട ഫ്ലൈറ്റ് ചെല്ലുമ്പോൾ ചെന്നൈ ഫ്ലൈറ്റ് ഇറങ്ങുന്നില്ല. ചെറുക്കനെ കാണാൻ തപ്പിപ്പിടിക്കാൻ ചെന്നൈ പോകും. ചെന്നൈയിൽ ഫ്ലൈറ്റ് കഴിഞ്ഞ മഴക്കാലം കൊടുങ്കാറ്റ്. ഈ കഴിഞ്ഞ 3 ആഴ്ച മുമ്പത്തെ കഥയിൽ പറഞ്ഞു. 3-4 ആഴ്ച തിരിച്ചു പോരേണ്ടി വന്നു. ആ സമയത്ത് കൊച്ചി തിരിച്ച് വീട്ടിലെത്തുക. അവനെ കിട്ടി. ഇന്നലെ അവൻ വന്നതിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ടായിരുന്നു. അവങ്ങളെ അച്ഛനെ മുമ്പിൽ വന്ന് അച്ഛനായിട്ടൊന്നുമല്ല, അവൻ രക്ഷയുടെ സ്ഥലത്ത് വന്ന് നിൽക്കുക. അവൻ അനുഗ്രഹത്തിന്റെ ഇടത്തിൽ വന്ന് നിൽക്കുക മക്കളെ. അങ്ങനൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ലെന്നേ. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും നഷ്ടപ്പെട്ടു പോകാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ലെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. 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 ഞാൻ കൊല്ലത്ത് കൺവെൻഷന് കണ്ടുമുട്ടിയ കുടുംബങ്ങളിൽ ചിലത് പറഞ്ഞതാ. ഒരിക്കലും പള്ളി കയറാത്തവന്മാരെന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും പള്ളി കയറാത്തവന്മാർ, യുവാക്കന്മാരുടെ കാര്യം പറയാം. അവ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടോ അവിടെ? അവങ്ങളെ നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകില്ലെന്ന് ഉറപ്പുണ്ടോ? അതിന്റെ പേരാണ് ക്രിസ്മസ്. ഹല്ലേലൂയ. 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 My child cannot be lost. My husband cannot be lost. My wife cannot be lost. നഷ്ടപ്പെടത്തില്ല. ഈ ഒരു ഉറപ്പിന്റെ പേരാ മക്കളെ ക്രിസ്മസ്. ഹല്ലേലൂയ. 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 നസ്രത്ത് എന്ന പട്ടണത്തിൽ
നസ്രത്ത് എന്ന പട്ടണത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പട്ടണം എവിടെയാ പറയണേ? എനിക്ക് ആലോചിച്ചിട്ട് ഒന്നും കിട്ടണില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, ആരും കയറിപ്പോയത് എന്നാ സ്ഥലമില്ല. അങ്ങനത്തെ സ്ഥലം, അങ്ങനത്തെ സ്ഥലത്തിൻ്റെ പേര് നസ്രത്ത്. നിങ്ങൾ നസ്രായൻ എന്നൊക്കെ വെച്ച് പോകുന്നുണ്ടല്ലോ. നസ്രത്ത് എന്ന് പറഞ്ഞാൽ കള്ളന്മാർ താമസിക്കുന്ന സ്ഥലമാണേ. മനുഷ്യന് ഒളിച്ച് താമസിച്ച സ്ഥലത്തിൻ്റെ പേര് നസ്രത്ത്. ചോദിച്ചില്ല നസ്രത്തിൽ നിന്നൊരു നന്മ വരുമോന്ന്? ഹല്ലേലൂയ. ഇടയ്ക്ക് നിങ്ങൾ ചിന്തിക്കാറില്ല നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു നന്മ വരുമോന്ന്? എന്റെ കൊച്ചുങ്ങളിൽ ആരെങ്കിലും ഉയരുമോന്നൊക്കെ സംശയിക്കുന്നവരിവിടെ ഇരിപ്പില്ലേ? ഹല്ലേലൂയ. ഒരു നസ്രത്ത് നിന്റെ കുടുംബമാണ് കൊച്ചേ. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയാ. ആ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് ഒരു മാലാഖ വരുമെന്ന് നിന്നെ ഓർമ്മിപ്പിക്കുന്ന ദിവസത്തിന്റെ പേരാണ് ക്രിസ്മസ്. ദി അബാൻഡഡ് പ്ലേസ്, അബാൻഡഡ് പ്ലേസ്, ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം. ഡെസേർട്ടഡ് പ്ലേസ്, ശൂന്യമാക്കൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം. എ ബാരൻ പ്ലേസ്. ഹല്ലേലൂയ, ശൂന്യമായ സ്ഥലം. ഹല്ലേലൂയ. അതേപോലെ ക്രിസ്മസ് തരുന്നൊരു കരുത്തെന്താണെന്നറിയോ? നീ ആരുമായിക്കൊള്ളട്ടെ, ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞൊരു 10-15 കൊല്ലമായിട്ട് ഞാൻ പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. നേരത്തെ ഒരു ക്രിസ്മസിൻ്റെ കഥ പറഞ്ഞു. വേറൊരു സംഭവമുണ്ട്. ഞാൻ 2003 പഠിക്കാൻ പോയി. ക്രിസ്മസിന് അമേരിക്കയില്ല. 24-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഒരു കുർബാനയുണ്ട്. പിള്ളേരുടെ കുർബാനയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പള്ളി വരുന്ന സമയമാണ് അത്. എൻ്റെ വികാരിച്ചൻ കഴിഞ്ഞ ഓഗസ്റ്റ് 3-ാം തീയതി അച്ഛൻ മരിച്ചുപോയി. അച്ഛന് 88 വയസ്സുണ്ടായിരുന്നു. ഒരു പുണ്യാളൻ അച്ഛൻ. എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും ഒരു പക്ഷേ എന്നെ കൂടുതൽ സ്നേഹിച്ച അച്ഛൻ. ഒരു മകനെ പോലെ സ്നേഹിച്ച അച്ഛൻ. അച്ഛനെ ഓർക്കാതെ വിടാൻ പറ്റുക. ക്രിസ്മസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈമാണ്. മോൺസിയോർ മെക്മാനസ്, ഐ റിമെമ്പർ യു, ഐ സല്യൂട്ട് യു. ഞാനവിടെ ചെന്നു. അന്നത്തെ കുർബാനയ്ക്ക് കയറ്റി. ഏറ്റവും നല്ല കുർബാനയാണ് അത്. പക്ഷേ അപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന അച്ഛനായതുകൊണ്ട് നീ ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. ഞാനാണ് ഈ കുർബാന ചൊല്ലുക. പള്ളി നിറച്ച ആളുകൾ, ബാൽക്കണിയിൽ ആളുകൾ അങ്ങനെ നിൽക്കുന്നത്. വെളിയിൽ നിൽക്കാൻ പറ്റത്തില്ല, കാരണം കൊടുന്തണുപ്പാണ്. ഡിസംബർ മഞ്ഞ് പെയ്യുന്ന കാലമാണ്. നിറച്ച ആളുകൾ. ഞാനിങ്ങനെ 5 മണിക്കത്തെ കുർബാനയ്ക്ക് 4:50 റെഡിയാകണം. 4:55 പ്രദക്ഷിണം ആരംഭിക്കും. 5 മണിക്ക് കുർബാന. സമയമൊക്കെ കറക്റ്റല്ലേ? ഞാനങ്ങനെ നേരത്തെ ഒന്ന് വിറച്ച് നിൽക്കുക. ഇനി പ്രസംഗമൊക്കെ പറയണം. സായിപ്പന്മാരുടെ ഇടയ്ക്ക് നിന്ന് നമ്മൾ മലയാളം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മലയാളം ഇംഗ്ലീഷാണെങ്കിൽ നമ്മുടെ മംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമില്ല. ടെൻഷൻ അടിച്ച് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. ഐ വാണ്ട് ടു മേക്ക് മൈ കൺഫെഷൻ. ഞാൻ അവനെ ഒന്ന് നോക്കി. സായിപ്പായതുകൊണ്ട് രൂക്ഷമായിട്ട് നോക്കിയില്ല, എന്നാലും നോക്കി. നിനക്ക് എപ്പോഴാണോ അവിടെ കുമ്പസാരിക്കട്ടെ? ഞാനവനെ നോക്കിയിട്ട് പറഞ്ഞു, ആഫ്റ്റർ ദ മാസ് ഐ വിൽ ഹിയർ യുവർ കൺഫെഷൻ. അവൻ പറഞ്ഞു, ഐ എം നോട്ട് സ്റ്റേയിങ് ബാക്ക് ഫോർ ദ മാസ്. യു വോണ്ട് സീ മീ അഗെയിൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും എനിക്ക് മനസ്സിലായ സംഭവം ഞാൻ ചാകാൻ പോകുന്ന അതിൻ്റെ അർത്ഥം. യു വിൽ നോട്ട് സീ മീ എനിമോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ചാകാൻ പോകുമെന്ന. അന്ന് മലയാളം ഡിക്ഷണറി പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ചു വന്നു. ഞാൻ നോക്കി ഇനി 3 മിനിറ്റും കൂടെ കുർബാനയ്ക്ക് കയറാൻ. 4:57. അത്രയും പറഞ്ഞവനെ ഞാൻ വിട്ടയച്ചു പോയിട്ട് അതിലിപ്പോൾ ഞാൻ കുർബാനയില്ലാതിരിക്കുന്നതാണ്. ഞാൻ അവനെ വിളിച്ച്, പള്ളി നിറച്ച ആളാന്ന് ഞാൻ പറഞ്ഞു, വിളിച്ച് ആ വാതിൽ അങ്ങോട്ട് മാറി വാതിലിൻ്റെ മൂലയ്ക്കോട്ട് നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവനെ കുമ്പസാരിപ്പിക്കാൻ നിൽക്കുക. വഴി നിർത്തി കുമ്പസാരിപ്പിക്കുക. പള്ളിയുടെ വാനവാതൊക്കെ നിന്നുണ്ട്. അവൻ കുമ്പസാരിച്ചു. അവൻ പോയി. അവൻ പോയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു 2 വർഷം കഴിയും ഈ എല്ലാ കുർബാനയും എല്ലാ വർഷവും ഈ വൈകിട്ടത്തെ കുർബാനയിൽ നിന്നത്. 2 കൊല്ലമായി കാണും. അത് പിറ്റേ വർഷമാണ്, ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. ഞാൻ ഇതുപോലെ ക്രിസ്മസിൻ്റെ കുർബാന 4:55 ഉടുപ്പൊക്കെ ഇട്ടിങ്ങനെ പ്രൊസഷന് റെഡിയായി. ഇപ്പോൾ ഒരുത്തം വരുന്നു, ഡു യു റിമെമ്പർ മീ? പിന്നെ സായിപ്പിനൊക്കെ എനിക്ക് നല്ല പരിചയം. അപ്പോൾ യെസ്, ബട്ട് ടെൽ മീ ഹൗ ഐ ഷുഡ് റിമെമ്പർ യു. ഐ വാസ് ഹിയർ 3 years back going to commit suicide. You heard my confession.
ആൻഡ് യു ഗേവ് ദിസ് ഫാമിലി ബാക്ക് ടു മീ. അന്ന് നീ എനിക്ക് കുടുംബത്തെ തിരിച്ചു തന്നു. ഭാര്യയുമായിട്ടല്ല, അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് ഈ പെണ്ണുമായിട്ട് പിണങ്ങി തിരിഞ്ഞ് അന്ന് ആത്മഹത്യക്ക് വേണ്ടി വന്നപ്പോൾ നീ പറഞ്ഞു, that lady is waiting, your fiancé is waiting for you. അത് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചൊരു കാര്യം. നിന്റെ കാമുകി നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവളെ ഫോൺ വിളിച്ചു, അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. നീ വിചാരിച്ചതുപോലെ നഷ്ടപ്പെട്ടൊന്നും പോയിട്ടില്ല. അവൻ പറഞ്ഞു, ഞാൻ കുമ്പസാരത്തിൽ കേട്ട പോലെ പറഞ്ഞു, ഞാൻ ഒന്നും അവൻ എന്നോട് പറഞ്ഞതാ. അവൻ പറയാ, യു ആർ റൈറ്റ്, ഷി വാസ് വെയിറ്റിംഗ് ഫോർ മൈ കോൾ. ഞാൻ വിളിക്കാൻ വേണ്ടി കാത്തിരുന്ന അത് നോക്കച്ചോ. ദിസ് ഈസ് അവർ ബേബി ജീസസ്. ഒരു കൊച്ചിനെ പിടിച്ചോണ്ട് നിൽക്കുക. ഞങ്ങളുടെ കല്യാണം കഴിച്ചോ, ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു. എന്തുമാത്രം സന്തോഷമാണ് ഞങ്ങൾക്കെന്നറിയാമോ? That Christmas I will never ever forget മക്കളെ. ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല ക്രിസ്മസ്. ഹല്ലേലൂയ. അതാ പറഞ്ഞ അന്ധകാരത്തിലെ പ്രകാശത്തിന്റെ പേരാ, അസാധ്യങ്ങളുടെ അങ്ങേയറ്റത്തെ സാധ്യതയുടെ പേരാ ക്രിസ്മസ്. നിന്റെ ജീവിതത്തിലും ഇതുപോലെ ഒരു ഇരുട്ടോ, ഒരു പ്രശ്നമോ, ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഈ രാത്രി നിന്റെ പ്രശ്നത്തിന് പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകാൻ പോവുക. ഒച്ചത്തിൽ പറയാവോ ഹല്ലേലൂയ? ഒച്ചത്തിൽ പറയാവോ ഹല്ലേലൂയ? ഒച്ചത്തിൽ പറയാവോ ഹല്ലേലൂയ? ഈ ഒരു കൃപ നോക്കാം. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിലെ നസറത്ത് കർത്താവിന്റെ പട്ടണമാണ് മക്കളെ. നസറത്ത് ഭൂമിയിലെ ക്യാപിറ്റൽ. നിങ്ങൾക്കറിയാവോ? ഉപേക്ഷിക്കപ്പെട്ട ഇടങ്ങളെ തലസ്ഥാനമാക്കി മാറ്റുന്നവനാ ദൈവം. ഹല്ലേലൂയ. വരണ്ട നിലങ്ങളെ കർത്താവ് അഭിഷേകത്തിന് നീർച്ചാലാക്കി മാറ്റും. ഉപേക്ഷിപ്പിക്കേണ്ട ഇടങ്ങളെ കർത്താവ് തനിക്ക് വേണ്ടി തെരഞ്ഞെടുക്കും. ഹല്ലേലൂയ. ചതുപ്പ് നിലങ്ങളിൽ അവിടുന്ന് കൊട്ടാരങ്ങൾ പണിതുയർത്തും. ഹല്ലേലൂയ. ഒരു പോഷണം ചതുപ്പ് നിലത്ത് കൊട്ടാരം പണിയത്തില്ല, പക്ഷെ നിന്റെ കർത്താവ് പണിയും. നിനക്ക് വേണ്ടി കൊട്ടാരങ്ങൾ പണിയുന്ന ഒരു കർത്താവിന്റെ വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽ ഒറ്റ ഗുണമുള്ളൂ. അതിനകത്ത് ദാവീദിന്റെ വംശമാണ്. ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുർബാന കേൾക്കുന്നത് ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ ഈ പുണ്യം പറഞ്ഞ് നടന്നവനാ. നൊവേന ചൊവ്വാഴ്ച രാവിലെ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കും. വണ്ടിയുണ്ട്, അത്യാവശ്യം കാശുള്ള വീട്ടിലെയാ, വണ്ടിയുണ്ട്, എന്നാലും ഇറങ്ങി നിന്ന് നടന്നേക്കും. നടന്ന് നേരെ ചൊവ്വാഴ്ച ഇവിടെ വരും. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരിക്കും. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ അവന് തോന്നി ഇവിടുത്തെ ഒരു ശുശ്രൂഷകനാകണമെന്ന് തോന്നി. അവനങ്ങനെ ശുശ്രൂഷകനുമായി. അവനങ്ങനെ നിൽക്കുക. അവൻ നീതിമാനാ, ഒരു ഗുണവുമില്ല. നല്ല ഈശോയെ പോലത്തെ ഒരു മനുഷ്യനാണ്. പക്ഷെ കല്യാണവും നടക്കുന്നില്ല. സ്വന്തമായിട്ട് വീടില്ലെന്ന്, വാടക വീട്ടില്ല. പിന്നെ അങ്ങനെ പെണ്ണ് കൊടുക്കുന്നത്. ഞാനിവിടുത്തെ ഒരു ശുശ്രൂഷകൻ്റെ കഥയാണ് ഇപ്പം പറഞ്ഞത്. പക്ഷെ അവൻ്റെ ജീവിതം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറി. അവൻ നല്ല അനുഗ്രഹപ്പെട്ട ഒരു മകനായിട്ട് മാറുക. അവൻ ആ വർഷങ്ങളിൽ അവൻ്റെ കല്യാണം നടക്കുക. ആ വർഷങ്ങളിൽ അവനെ ദൈവം അനുഗ്രഹിക്കുക. കർത്താവിന് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുക. അവൻ്റെ ജീവിതത്തിൽ കർത്താവ് കാവലായിട്ട് മാറുക. ഹല്ലേലൂയ. ഞാൻ നമ്മുടെ ഒരു ശുശ്രൂഷ, പല ശുശ്രൂഷ കഥയാണ് ഇപ്പം പറഞ്ഞത്. നിങ്ങൾ അതിനെപ്പറ്റി റിസർച്ച് നടത്തുക. അച്ഛനിപ്പോൾ ആരെപ്പറ്റി ആയിരിക്കും അത് അവന് മനസ്സിലായി. നിനക്ക് മനസ്സിലാകാൻ പറഞ്ഞതല്ല, അവന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോസഫ് അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. പാവത്താൻ പള്ളിയിലെ കാര്യമൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നൊരുത്തൻ എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന അവനുമായിട്ട് കല്യാണാലോചന. ഈ ആലയവുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെട്ടാലുണ്ടല്ലോ ദൈവത്തിന് ആൾക്കാരെയുമായിട്ട്. ഇന്ന് രാവിലെ ഒരു കുടുംബം വന്നു. കൊച്ചിൻ്റെ കല്യാണത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. നല്ലൊരു കല്യാണാലോചന വന്നിരിക്കുക. ഇന്നിപ്പോൾ പോയിരിക്കുക. രാവിലെ പള്ളി ഒന്ന് ബ്ലെസ്സിങ് വാങ്ങി പോയിരിക്കുക. ഞാൻ പറഞ്ഞു ഒറ്റ വ്യവസ്ഥ. അവൻ ആൾക്കാരെയുമായിട്ട് പെങ്കൊച്ച അല്ലേ, പയ്യൻ്റെ കാര്യം പറയുന്നത്. 2-3 പേര് ഇന്ന് കല്യാണം കാണാൻ പോയിട്ടുണ്ട്. അവൻ ആൾക്കാരെയുമായിട്ടുള്ള ബന്ധം. നിങ്ങളുടെ മക്കൾക്ക് ഭാര്യയോ ഭർത്താവിനെയോ തേടുമ്പോൾ മണവാളനെയോ മണവാട്ടിയോ അവൾക്ക് ആൾക്കാരെയുമായിട്ടുള്ള ബന്ധം പ്രധാനപ്പെട്ട മക്കളെ എന്ന് പറഞ്ഞ് അറിയാതെ പറഞ്ഞു പോയതാ. അവർക്ക് ആൾക്കാരെയുമായിട്ട് എന്തോരം ബന്ധമുണ്ടെന്ന് അന്വേഷിച്ചിട്ട് ആൾക്കാരെയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാലാഖമാർ ഇടപെടും. ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തതാ കന്യകയുടെ അടുക്കിലേക്ക്. കന്യക സമർപ്പണമുള്ളവർ.
കന്യക കാത്തിരിക്കുന്നവളാ. ഇസ്രായേലിലെ ഒരുപാട് പെൺകുട്ടികൾ കന്യാത്വം സ്വീകരിച്ചിരുന്നു. ഈശോ വരുമ്പോൾ ഞങ്ങള് അവന് അമ്മയായി മാറും എന്ന് പറഞ്ഞ്, കാരണം യെശയ്യാ പറഞ്ഞു കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. പ്രവചനമാണ്. അതുകൊണ്ട് വിവാഹം കഴിക്കാതെ കാത്തിരുന്ന അനേകം കന്യകൾ ഇസ്രായേലിന്റെ ചരിത്രത്തിലുണ്ട്. അൾത്താരയോട് ദേവാലയത്തോട് അടുത്ത ആവശ്യം മറിയം അതുകൊണ്ട് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ നോക്കിക്കേ, അവൾക്ക് അവസാനം അവൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാതെ കല്യാണം നിശ്ചയവും ചെയ്തു. ഹല്ലേലൂയ. ഒരു പക്ഷേ അവളുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി. അവളൊരു ചെറുക്കനെ കെട്ടാനൊന്നും ആഗ്രഹിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മക്കളെ. അവള് കല്യാണം കഴിക്കുന്ന സ്വപ്നം കണ്ട് ജീവിച്ചൊരു പെൺകുട്ടി ആയിരിക്കാൻ വഴിയില്ല. അവള് മിശിഹായുടെ അമ്മയാകുന്ന സ്വപ്നം കണ്ട് ജീവിച്ച പെൺകുട്ടിയായിരിക്കും. നിനക്ക് സ്വർഗീയ സ്വപ്നങ്ങൾ ഉണ്ടാകട്ടെ മക്കളെ. ദൈവിക സ്വപ്നങ്ങൾ നിനക്കുണ്ടാവട്ടെ. സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വപ്നങ്ങൾ നിനക്കുണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അനാഥ വീട്ടിൽ താമസിക്കുക വെച്ച്. അപ്പനും അമ്മയും മരിച്ചു പോയെന്ന് ആരും നോക്കാനില്ലേ. ആകപ്പാടെ ഉള്ള ഒരു ഇളയമ്മയെന്ന് പറഞ്ഞ ഒരാൾ അങ്ങങ്ങാണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ആർക്കറിയാം. എലീശ എന്നൊക്കെ പറഞ്ഞൊരു ഇളയമ്മയുണ്ട്, അങ്ങങ്ങാണ്ട് ദൂരെ അങ്ങാണ്ട് താമസിക്കുന്നുണ്ട്. ഒരു 2-3 ദിവസം യാത്ര ചെയ്താൽ എത്തുന്ന യൂദയായിലെ മലപ്രദേശം അങ്ങനെ ഒരു അമ്മ അങ്ങാണ്ട് ജീവിക്കുന്നത്. അവരുടെ കാര്യം പോക്ക, ഒത്തിരി പ്രായമായെന്നേ. അങ്ങനെ ഒരമ്മ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വീട്ടിൽ കൊച്ചിയിരിക്കാത്ത വീടായിരുന്നു. യോവാക്കീമിനും അന്നായിക്കും മക്കളില്ലായിരുന്നു. യോവാക്കീമിനും അന്നായിക്കും മക്കളില്ലായിരുന്നു. ആ വീട്ടിൽ മിക്കവാറും മക്കളില്ലാത്തൊരു തലമുറകളാണ്. ചേട്ടത്തിക്കും അനിയത്തിക്കും മക്കളില്ല. ഈശോയുടെ ഇളയമ്മയുടെ പേരാ എലീശാമ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേട്ടത്തിക്ക് മക്കളില്ലായിരുന്നു. വയസ്സനാം കാലത്ത് കൊടുത്തതാ ആരെ? മേരിയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കി, ഇവിടെ വയസ്സനാം കാലം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു പാർട്ടി നിൽക്കുക. ചില കുടുംബങ്ങൾ ദുരന്തത്തിലായിരിക്കും. ഓർത്തോ മക്കളെ, ഒരു അനുഗ്രഹം വരാൻ പോകുന്നുണ്ടെന്ന്. നിങ്ങൾ ആ കുടുംബം ഗതികെട്ട കുടുംബമാ, ശാപം കിട്ടിയ കുടുംബമാണെന്നോ നിങ്ങൾ പറഞ്ഞേക്കല്ലേ. 2 പെണ്ണുങ്ങൾ, ആ വീട്ടിലെ 2 പെണ്ണുങ്ങൾക്ക് മക്കളില്ലെന്ന്. അന്നയ്ക്ക് മക്കളില്ല, എലീശായ്ക്ക് മക്കളില്ല. ആ കുടുംബത്തിൽ ഇനിയാലും പെണ്ണിനെ കിട്ടുവോ? ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരു കല്യാണ നിശ്ചയം നടത്തുവോ? മക്കളില്ലാത്ത കുടുംബത്തിലേക്ക് ആലോചന കൊണ്ട് പോവോ? നോക്ക് മക്കളെ, ഇന്ന് മറിയത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം കിട്ടാൻ, എലീശയുടെ വീട്ടിൽ നിന്ന് ഒരു കല്യാണം കിട്ടാൻ പിടികിട്ടുന്നുണ്ടോ അച്ഛൻ പറഞ്ഞു വരുന്ന വിഷയങ്ങള്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എടാ കുട്ടാ, ദുഃഖങ്ങളൊക്കെ അത്ഭുതങ്ങളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ദുരിതങ്ങളൊക്കെ വിസ്മയങ്ങളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നീ തകർക്കപ്പെടുമ്പോൾ നീ പണിതുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്, നിന്നെ എല്ലാരും കൈവിടുമ്പോ ദൈവത്തിനെ സ്വന്തമാക്കുകയാണെന്ന്. ഹല്ലേലൂയ. എന്തൊരു വിസ്മയമായി ക്രിസ്മസ്! സത്യത്തില് എന്തൊരു വിസ്മയമാണ് ക്രിസ്മസ്. നമുക്ക് വചനം 2-3 വാക്യോട് വായിച്ച് നിർത്താം. കന്യകയുടെ അടുക്കലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം. പേരിലൊക്കെ കാര്യമുണ്ട്. മറിയം എന്ന വാക്കിൻ്റെ അർത്ഥം ദ ഗ്രേറ്റ്, മഹോന്നത. ഒരു ക്രിസ്ത്യൻ എന്ത് മഹോന്നതമായിരിക്കണം നമ്മുടെ ജീവിതം. വിലകെട്ട ജീവിതം എന്നല്ല, അതിന് നേരെ ഓപ്പോസിറ്റ്. മറിയം വിലകെട്ട ജീവിതമായി പോവല്ല. എനിക്ക് വിലയില്ലാന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങല്ല. കൊല്ലത്ത് കൺവെൻഷന് അവിടുത്തെ ഒരു പ്രശ്നം കള്ളുകൂടിയന്മാരുണ്ട്. ക്ഷമിച്ചാൽ കാണാം കേട്ടോ. 3-ാമത്തെ ദിവസം ഞങ്ങൾ തിരിച്ചു വരുമ്പം ഞാൻ നോക്കും വഴിയിലൊരുത്തും തുണിയിലാതെ കിടപ്പുണ്ട്. ഞാനത് അവിടെ കൺവെൻഷന് വേണ്ടി പ്രസംഗിച്ചിട്ട് വലിയ ഒരുത്തനും ഇങ്ങനെ കിടക്കുക വഴിയുടെ നടുക്ക്. ഉടുതുണി വിലയില്ലെന്ന് തോന്നുമ്പോൾ, ഒരു പട്ടിയുടെ വില പോലും ഇല്ലെന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങുമ്പോഴേ, പട്ടി പോലും അവിടെ കിടപ്പില്ലെന്ന് നോക്കണം. പട്ടി എവിടെയെങ്കിലും ആക്കണം. ഇത് വഴിയുടെ നടുക്കുള്ള ഇതിൽ കിടക്കുക ഒരുത്തൻ. ഞാൻ വിധിക്കാനൊന്നും ആളല്ല. ആളുടെ ഒരു ദുരന്തത്തെ പറ്റിയുള്ള സങ്കടങ്ങൾ അച്ഛൻ പറഞ്ഞതായത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവളെ നമ്മുടെ വില കളയില്ല. വില കളഞ്ഞ് ജീവിക്കരുത്.
ക്രിസ്മസ് മനുഷ്യന് ദൈവം വില തന്ന കാലവാ. മനുഷ്യന് ദൈവം സ്വർഗത്തോളം ദൈവത്തോളം വില തന്നത് കൊണ്ട് കർത്താവ് മനുഷ്യനായി തീർന്നത്. എന്റെ കൊച്ചെ, ഇവിടെ ഇരിക്കുന്നവൻ ആരും ആയിക്കൊള്ളട്ടെ, നീ പണക്കാരനോ പാവപ്പെട്ടവൻ ദരിദ്രനായിക്കൊള്ളട്ടെ, നീ ഒരു വീട്ടിലെ ആശ്രിതനായിക്കൊള്ളട്ടെ. ചിലപ്പം ചിലര് പ്രാർത്ഥിക്കാൻ വരുമ്പം പറയും, ആ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന അച്ചോ. എൻ്റെ മനസ്സിനെ വല്ലാതെ മിടിപ്പിക്കുന്നൊരു സമയം അത് കേട്ടോ. വീട്ടിലെ വേലക്കാരിയാണ് ഞാൻ. ഈ സ്ത്രീ പറയുന്ന എന്നോട്, ഈ വീട്ടിലെ കൊച്ചമ്മയുടെ വേലക്കാരിയാണ് ഞാൻ. അടിയാട്ടിയാട്ടി സ്ത്രീ വന്ന് നിൽക്കുക. ഞാൻ പറഞ്ഞു, മോളെ അങ്ങനെ പറയില്ല, ആ വീടിനെ സഹായിക്കാനായിട്ട് ദൈവം നിന്നെ വെച്ചേക്കുന്നതാണ്. നീ അവിടുത്തെ വേലക്കാരിയാന്ന് നീ തന്നെ പറയരുത്. അവർ വേണേ പറഞ്ഞോട്ടെ നിന്നെ വേലക്കാരിയെന്ന്. ആ വീടിന് നിങ്ങൾക്കറിയാം, എത്രയോ വീടുകളിൽ അനേകം മക്കൾ ഇത് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മക്കളെ നോക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് സമയമില്ലാഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് മനസ്സില്ലാഞ്ഞുകൊണ്ട് ദൈവം നിശ്ചയിച്ച ചില മനുഷ്യരാ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ഒക്കെ കാവലിരിക്കുന്നത്. അവരെ വേലക്കാരെന്നൊക്കെ വിളിച്ചാൽ നിങ്ങളുടെ നാക്ക് തളർന്നു പോകും. നിങ്ങൾക്ക് പകരം ഞാൻ ഓർക്കുക, കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചിക്ക് സ്ട്രോക്ക് വന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു സഹോദരിയാണ് കാവലിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ അവർ വാവിട്ട് നിലവിളിക്കുക. ഈ അമ്മയ്ക്ക് വേണ്ടി കരയാൻ വേറെ ആരുമില്ല. നിങ്ങൾ വേലക്കാരി എന്ന് വിളിക്കുന്ന അവരുണ്ടല്ലോ, അവര് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ട് അവരൊന്ന് കരഞ്ഞോണ്ടിരിക്കുക. അവരെയൊക്കെ വേലക്കാരി എന്നൊക്കെ വിളിച്ചാലേ, നിങ്ങളെ വീട്ടിൽ ആരെയും ജോലിക്ക് നിൽപ്പുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ അവരെ കാണണം, നിങ്ങളെപ്പോലെ കാണണം. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു. മറിയത്തിൻ്റെ അടുത്ത് ആരും വരാറില്ലായിരുന്നു. ഒന്നാമതേ അനാഥപ്പെണ്ണ, അപ്പനും അമ്മയും ഉള്ളവരുടെ അടുത്ത് വരുന്നില്ല. ഒരു യഹൂദ സാഹചര്യമാണ് പറയുന്നത്. മാതാവിനെ നോക്കി ആരും ചിരിക്കാറില്ല. വയസ്സനാം കാലത്ത് നിങ്ങൾക്ക് വലിയ സ്നേഹമായിരിക്കും നിങ്ങളുടെ മറിയത്തോട്. മറിയം ജീവിച്ചിരുന്ന കാലത്തെ പറ്റിയാണ് പറയണത്. അച്ഛനെ കണ്ട സ്തുതി പറയും, വഴി കിടപ്പുന്ന എല്ലാവരും കണ്ട സ്തുതി പറയുമോ? അല്ല, ഞാൻ അച്ഛനല്ലായിരുന്നെങ്കിൽ എന്നെ കണ്ട നിങ്ങൾ സ്തുതി പറയുമോ? ഇല്ല. മറിയത്തെ ജീവിതത്തിൽ ആരും ഒരു സ്തുതി പോലും പറഞ്ഞിട്ടില്ല. മറിയത്തെ നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ല, ആരും നമസ്കാരം പറഞ്ഞിട്ടില്ല. പാവം പെണ്ണ്, അവളെല്ലാവരുടെയും കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ മകളെ? അങ്ങനെ ഒരു പെൺകുട്ടിയെ പറ്റി ഞാൻ കാണുന്ന മറിയും അതാ മകളെ. രാജകുമാരി മറിയത്തെ എനിക്കറിയില്ല മകളെ. എനിക്ക് രാജകുമാരി മറിയത്തെ അറിയത്തില്ല. എനിക്ക് അനാഥപ്പെണ്ണ് മറിയത്തെ അറിയാം. 14 വയസ്സ്, അവളൊരു കന്യകയായിട്ട് സ്ത്രീയായിട്ടൊക്കെ രൂപപ്പെടുന്ന കാലമൊക്കെയാണ്. അന്ന് ആലോചിച്ച് നോക്കണം, ആരോട് ചോദിക്കും, ആര് പറഞ്ഞു കൊടുക്കാനുണ്ട്? ഒരു ബാലികാഭവനത്തിൽ വളരുന്നൊരു കുട്ടിയൊക്കെ നോക്കാൻ പറ്റുമെങ്കിൽ, എടാ നീ രാജകുമാരനായിട്ടല്ലേ ഇപ്പം ജീവിക്കുന്നേ? എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കുറവും വന്നിട്ടില്ല മക്കളെ. ദൈവം അത്ഭുതകരമായിട്ട് നടത്തിയിട്ടില്ല നമ്മളെ. പോട്ടെ, സമയക്കുറവ് വേണ്ട, ഒത്തിരി പോണ്ട. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. നിന്റെ തല കണ്ടപ്പം പോയതാ നിന്റെ അമ്മ, നിന്റെ തല കണ്ടപ്പം പോയതാ നിന്റെ അപ്പൻ. ഇല്ലേ? എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ കഥയല്ല സിനിമയല്ല പറയുന്നത്, ഞാൻ ജനിച്ചപ്പോൾ അമ്മ മരിച്ചതാച്ച. ഇവള് ജനിച്ചന്ന് അമ്മ മരിക്കുക, ജനിച്ച് അന്ന് അമ്മ മരിക്കുക. ഞാൻ കഥ പറയല്ല, ആ ചേച്ചി ഇവിടെ ഇരിപ്പുണ്ടാവും. എന്നോട് പറഞ്ഞു, എന്ത് ഭാഗ്യം കെട്ടവളാ ഞാൻ. എൻ്റെ അമ്മേനെ കയ്യിലെടുത്തിട്ടില്ല, എൻ്റെ അമ്മ എനിക്ക് ഉമ്മ തന്നിട്ടില്ല, എൻ്റെ അമ്മേനെ മുലയൂട്ടിയിട്ടില്ല. അത് പോട്ടച്ചു. പിന്നെ എന്നെ കാണുന്നൊരു ഭീകര ജീവിയപ്പോൾ ഞാൻ ജനിച്ചത് കൊണ്ട് എൻ്റെ അമ്മ മരിച്ചു. ഒത്തിരി ദൂരമൊന്നുമില്ല മകളെ. മാതാവിൻ്റെ അമ്മ, പരിശുദ്ധ മറിയത്തിൻ്റെ അമ്മ. ഒന്ന് ആലോചിച്ച് നോക്കൊരു പെൺകുട്ടിയുടെ കഥകളൊക്കെ.
ക്രിസ്മസ് മുള്ളിന്മേൽ വിരിഞ്ഞ പുഷ്പമാണ് മക്കളെ. മുൾച്ചെടിയിൽ വിരിഞ്ഞ സൗരഭ്യമുള്ള പുഷ്പത്തിന്റെ പേരാ ക്രിസ്മസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കി പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അവൾക്ക് ആകെപ്പാട് ആശ്വാസം ബൈബിളാണ്. ഈ ബൈബിള് വായിച്ച് 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 അവളിൽ ഇങ്ങനെ കൃപ ഇങ്ങനെ നിറഞ്ഞ് 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 വചനം ഇങ്ങനെ മാംസമായി 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 മാംസമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. മനുഷ്യൻ നിന്റെ മുമ്പിൽ കൈകൂപ്പിയില്ലെങ്കിൽ മാലാഖ് നിന്റെ മുമ്പിൽ കൈ. ഇവിടെ മാലാഖയാ. ഹോസ്റ്റലിലെ വാർഡൻ പറഞ്ഞു, ഓ നീയോ ഇച്ചിരി നീങ്ങിയെന്നോ, ഇനി ഞാനും കൂടെ തട്ടിപ്പോവും. അങ്ങനെ എന്തൊരു നൊമ്പരം അനുഭവിയും പറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ ഒറ്റ ഗ്യാരണ്ടി ഇതാണ് മക്കളെ. അച്ഛനൊരു രഹസ്യം നിങ്ങളോട് ഇവിടെ പറഞ്ഞു തരാം. നിങ്ങളുടെ ചങ്കിൽ എന്തോരം ദൈവവചനമുണ്ടോ അതാണ് നിങ്ങൾക്കുള്ള ഏക ഗ്യാരണ്ടി. എന്തുമാത്രം ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. നിങ്ങളുടെ ഒറ്റ ഗ്യാരണ്ടി നിങ്ങളുടെ ഭർത്താവല്ല, നിങ്ങളുടെ ഭാര്യ അല്ല, നിങ്ങളുടെ മക്കളല്ല, നിങ്ങളുടെ സമ്പത്തല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കടുത്ത ഡിപ്രഷൻ, അതൊരു സ്കിസോഫ്രീനിയ പോലെ ആയി മാറിയൊരു യുവാവ്. ഒന്നാലോചിച്ച് നോക്കിയേ, കടുത്ത ഡിപ്രഷൻ. നല്ല മിടുക്കനാ, ഭയങ്കര എക്സ്പേർട്ടാ. അവന് എന്നാ ബിടെക്കല്ല, അവൻ MSc മാത്തമാറ്റിക്സ് MSc. അവൻ്റെ തലയിലെ കമ്പ്യൂട്ടർ ഇരിക്കുന്നത്, അവൻ്റെ തലയിലെ കാൽക്കുലേറ്റർ ഇരിക്കുന്നത്. ഒത്തിരി ജീനിയസ് ആയി കഴിഞ്ഞപ്പോൾ എന്തു പറ്റും, അതങ്ങനെ പിടിയം കൊണ്ട് വിട്ടുപോയി, ഭ്രാന്തായിട്ട് മാറി. നീണ്ട താടിയൊക്കെ താടിയൊക്കെ നല്ല തടിയാണ്. കാരണം ഈ രോഗമായിട്ട് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കും, തിന്നു ഇങ്ങനെ ഭയങ്കര ഒരു മനുഷ്യൻ, അജാനുഭാഗമായ മനുഷ്യനായിട്ട് നിൽക്കുക. ഇത്രയും പൊക്കമുള്ള അമ്മ അവനെയും കൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. സത്യം പറഞ്ഞ് ഞാനും പേടിച്ചാൽ നിൽക്കുന്നത്. അവനങ്ങനെ ടിഡിയൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ച വേറെ അച്ഛനെ പിതാവ് അപ്പോയിൻ്റ് ചെയ്യണം. അവരിങ്ങനെ നിൽക്കുക, അങ്ങനെ നോക്കി നിൽക്കുക. എനിക്കറിയത്തില്ല എൻ്റെ ദൈവമേ എപ്പം പൊട്ടിരി കിട്ടുമെന്ന്. ഞാൻ അല്പം നീങ്ങി നിൽക്കാൻ നോക്കി, എന്നാൽ നീങ്ങുന്നത് ഇവൻ്റെ തല കൈ വെക്കാൻ പറ്റത്തില്ലോ. ഒരു ധൈര്യത്തിന് അവൻ്റെ കയ്യെ ഞാൻ പിടിച്ചു. അവൻ വിചാരിച്ച സ്നേഹം കൊണ്ടാന്ന് ഞാൻ അടി കിട്ടാതിരിക്കാൻ വേണ്ടി പിടിച്ചതാണ്. അവൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചു, മോനെ എൻ്റെ ഇരട്ടിയുണ്ട് മോനെ. അവനെ വിളിച്ചു. അവനെന്നെ നോക്കി, എന്നാ ഉണ്ടാ കുട്ട, എപ്പോഴാണ് എഴുന്നേക്കുന്നത് 11 മണിക്കാണ്. ഈ മരുന്നും രോഗമൊക്കെ ഞാൻ കഥയൊരുക്കുക. ഒരുപക്ഷെ ആ കുടുംബം ഇവിടെ ആരെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടാവും. എന്നവൻ എറണാകുളത്ത് ജോലി ചെയ്യുക, എന്നവൻ ഷിപ്പ്യാർഡിൽ ജോലി ചെയ്യുക. കടുത്ത ഡിപ്രഷൻ അടിമയായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ ഇല്ലടാ നിന്നെ. ഞാൻ പറഞ്ഞു, ഇത്ര നല്ല വലിപ്പുള്ള മിടുക്കൻ, ഇവനെ കണ്ടാൽ തന്നെ ജോലി കൊടുക്കും, നല്ല ബുദ്ധിയാണ്. ഞാൻ പറഞ്ഞില്ല, കണക്കിൽ ഇവനെ കഴിഞ്ഞ ഒരാളില്ല. പക്ഷേ ഇതങ്ങോട്ട് മാറി താളം തെറ്റിയിട്ട് അമത്തിയൊക്കെയുള്ള വീട്ടിൽ കയറിയിരിക്കാൻ പറയും. കമ്പ്യൂട്ടറുമായിട്ട് ഇങ്ങനെ ഇരിപ്പാണ് ഇവൻ്റെ പരിപാടി. പിന്നെ തീറ്റ ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യും. പിന്നെ ഇതുണ്ടല്ലോ, ഭക്ഷണ കമ്പനികളുണ്ടല്ലോ, 2-3 ബിരിയാണി ഒന്നിച്ച് ഇവന് ഓർഡർ ചെയ്യുന്നത്. കാശ് താഴെ ചിലപ്പോൾ കൊടുത്തില്ലെങ്കിൽ അവരുടെ തല വെട്ടും. അതുകൊണ്ട് പൈസ നന്നായി എടുത്ത് കൊടുത്തേക്കും. ദൈവമക്കളെ, കൈവിട്ട് പോയൊരവസ്ഥ, തീർന്നു പോയ അവസ്ഥ. ഞാൻ അച്ഛനെ പരിശോധന ഞാനൊന്നും പറയാൻ വന്നില്ല. പരിശോധന എനിക്കിനി കുറച്ച് കാര്യങ്ങൾ ഓർപ്പിച്ച് തരിക. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പം ഞാൻ കുറച്ച് നാളെ അവനെ കണ്ടിട്ട്, അല്ലെങ്കിൽ അവൻ അവധിക്ക് വരുമ്പോൾ എന്നെ കാണാൻ വരുന്നത്. ഇപ്പോൾ കുറച്ച് നാളെ പിന്നെ പള്ളിയിൽ വെച്ച് തിരക്ക് കൂടുകയും ചെയ്തു. ഞാൻ കാഴ്ച ഇല്ലെങ്കിൽ വന്ന് കാണും. ദൈവം കൂട്ടാ, നിന്റെ ദൈവം നിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് മോനെ. ദൈവത്തിന്റെ കൃപ നിന്റെ ചങ്കിൽ ഒരു അനുഗ്രഹം എഴുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ ദൈവം ഒരു കൃപ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കൃപയുടെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവമക്കൾ എഴുന്നേറ്റോ, ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരുപാട് വിഷമിക്കുന്ന കുഞ്ഞാണ്, സങ്കടപ്പെടുന്ന കുഞ്ഞാണോ, തകർച്ചയിലായിരിക്കുന്ന കുഞ്ഞാണോ, നീ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് നന്ദി പറഞ്ഞ് സ്തുതിച്ചേ മക്കളെ. ജീവിതത്തിൽ ഇന്നുവരെ കൈപൊക്കിയിട്ടില്ലാത്തവര് കൈപൊക്കിപ്പോഴ. ജീവിതത്തിൽ ഇന്നുവരെ കൈപൊക്കിയാ സ്തുതിച്ചിട്ട് കൈപൊക്കി സ്തുതിച്ചു. ഒന്നും ഹല്ലേലൂയ ഞാൻ ഒരിക്കലും ഇന്നൊരു ഹല്ലേലൂയ പറഞ്ഞ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളൊന്ന് പൊക്കി പിടിച്ച മക്കളെ,
കയ്യൊന്ന് പൊക്കി പിടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർച്ചകൾ, പ്രതിസന്ധികൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുരിതങ്ങൾ, ഒറ്റപ്പെടല്, ഹല്ലേലൂയ, ഹല്ലേലൂയ. തോൽവികൾ, ഒറ്റപ്പെടുത്തൽ, തകർച്ചകൾ, നഷ്ടങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ